കണ്ടിട്ട് ഒരു സുഖക്കുറവുണ്ടല്ലോ, എന്തു പറ്റി? കാറിൽ നിന്ന് ഇറങ്ങാനേ തോന്നിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്താണ്? കാറിനുള്ളിലെ തണുപ്പും സൈമണിന്റെ സാമീപ്യവും ഫിൽ കോളിൻസിന്റെ മ്യൂസിക്കും ലോകത്തിന്റെ അറ്റം വരെ ഇങ്ങനെ പോകാൻ തോന്നും അല്ലേ? എന്താ, ഞാനങ്ങനെ ആഗ്രഹിച്ചത് തെറ്റാണോ? ഏയ്, ഒരു തെറ്റുമില്ല. പക്ഷേ സമയമില്ലാന്നൊരു കുഴപ്പം മാത്രമേ ഇപ്പോൾ. ഏതായാലും എന്റെ ഫ്ലൈറ്റ് ലേറ്റായതിന് ദൈവത്തിന് സ്തുതി പറയണം. ഇരിക്കെ. അതുകൊണ്ടല്ലേ സാന്റാക്രൂസിൽ വെച്ച് നിന്നെ കാണാൻ പറ്റിയത്. ന്യൂയോർക്ക് മുംബൈ ഫ്ലൈറ്റ് ഇന്ന് ലേറ്റ് ആകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതാ കാര്യം. നിന്നെ പോലൊരു സുന്ദരി പ്രാർത്ഥിച്ചാൽ ഏത് ദൈവമാണ് കനിയാത്തത്? ഞങ്ങളുടെ ഡൽഹി മുംബൈ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ടൈമിൽ തന്നെ ലാൻഡ് ചെയ്തു. ഡിപ്പാർച്ചർ ലോഞ്ച് വന്നപ്പോഴാ നിങ്ങളുടെ ഫ്ലൈറ്റ് ലേറ്റ് ആണെന്ന് അറിഞ്ഞ്. സൈമണതി കാണുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഹോട്ടലിൽ പോവാതെ വെയിറ്റ് ചെയ്തേ. അതേതായാലും നന്നായി. അല്ലെങ്കിൽ നെക്സ്റ്റ് മൺഡേ ഞാൻ ഡൽഹിയിൽ വരുമ്പോഴേ നിന്നെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. അതൊക്കെ പോട്ടെ. മുംബൈ ഫ്ലൈറ്റില് എന്തുണ്ടായിരുന്നു വിശേഷം? ക്യാപ്റ്റൻ ഖന്ന തന്നെ അല്ലായിരുന്നോ? അയാളിപ്പോ എങ്ങനെയുണ്ട്? ഏയ്, ഫ്ലൈറ്റിൽ അയാൾ എക്സ്ട്രാ ഡീസന്റ് ആണ്. ഡ്രിങ്ക് കഴിച്ചാ സ്വഭാവം മാറും. ഇനി സൈമന്റെ വിശേഷങ്ങൾ പറ. ന്യൂയോർക്കിലേക്ക് പോയപ്പോ ഹീത്രൂയിൽ നിന്ന് ഒരു ഈജിപ്തുകാരൻ കയറിയിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോ വെറുതെ ഒന്ന് പരിചയപ്പെടണം തോന്നി. പുള്ളിക്കാരൻ ഒരു പെയിന്ററാ. ഏ നൈസ് ഗായ്. രാത്രിയില് അയാളും 2 ഫ്രണ്ട്സും ഞാനും ഒന്ന് കൂടി. ക്യൂൻസ് മേരി വൈനും അറേബ്യൻ മ്യൂസിക്കും. രസമായിരുന്നു. അപ്പൊ എന്നെ കുറിച്ച് ഓർത്തോ? അപ്പൊ നിന്നെ കുറിച്ച് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. ഈ ക്യൂൻ മേരീസ് വൈന്റെ ടേസ്റ്റ് എന്തെന്നറിയോ? അല്പം മധുരവും ഇത്തിരി പുളിയും. നിന്നെ ഓർത്തുന്നുള്ളതിന് വേറൊരു എവിഡൻസ് കൂടി തരാം. എന്താ? കാണിച്ചു തരാം. തിരിച്ചു വരുമ്പോ ദുബായില് 3 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ? നിനക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് വിചാരിച്ച് എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ എല്ലാം കയറി ഇറങ്ങി. ഇഷ്ടപ്പെട്ട ഒരു സാധനം പോലും കിട്ടിയില്ല. പിന്നെ എയർ കസ്റ്റംസിലെ ഒരു വിൽസൺ ഡിസൂസയുടെ കാർ എടുത്ത് 8 കിലോമീറ്റർ അകലെയുള്ള ഗ്രേറ്റ് ഡയമണ്ട് ഹാളിൽ പോയി വാങ്ങിച്ചതാണ്. താങ്ക്സ് സൈമൺ. ഈ നെക്ലേസിന് അവര് കൊടുത്തിരിക്കുന്ന പരസ്യവാചകം കണ്ടാൽ ചിരി വരും. എന്താണത്? ഇത് നിങ്ങൾ കഴുത്തിലണിഞ്ഞാൽ പിന്നെ വസ്ത്രം എന്നൊരു സാധനം ധരിക്കുകയേ വേണ്ട. കാരണം ഒരു കണ്ണും നിങ്ങളുടെ കഴുത്തിന്റെ താഴേക്ക് പോവുകയില്ല. ഹലോ. കൺഗ്രാറ്റ്സ്. ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീമതി അന്ന കുരുവിളയ്ക്ക് സ്വന്തം ഭവനത്തിലേക്ക് സ്വാഗതം. ഒന്ന് പോടാ. ചേച്ചി ചാർജ് എടുത്തോ? ഇല്ല, എല്ലാരും ഒന്ന് കണ്ടിട്ടാട്ടേന്ന് വെച്ചു. ഇച്ചാനില്ലേ? ഉണ്ട്. ചേച്ചി അകത്തേക്ക് വാ. ഇച്ചായൻ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുമ്പ് എത്താന്ന് വിചാരിച്ചാ രാവിലെ തന്നെ പുറപ്പെട്ടത്. വല്യമ്മച്ചി, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. അന്നെ കൊച്ചേ, നീ ഇങ്ങ് വന്നോ മോളെ? ഞാൻ വരത്തില്ലെന്ന് വിചാരിച്ചോ? വല്യമ്മച്ച് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് മറ്റെല്ലാം. അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? മരുന്നൊക്കെ ശരിക്കും കഴിക്കുന്നുണ്ടോ? ഉണ്ടോ മോളെ? പത്രത്തില് വാർത്ത കണ്ടപ്പോ മുതല്
അന്നക്കൊച്ചു വരും വരാണ്ടിരിക്കില്ലെന്നും പറഞ്ഞ് അന്നേ കണ്ണും വീഴ്ച നോക്കിയിരിപ്പാ. കാറ് വരുന്ന ശബ്ദം കേട്ടപ്പോഴേ ഞാൻ ഓർത്തു അന്ന കൊച്ചായിരിക്കുമെന്ന്. നീ ഒറ്റപ്പാലത്തിന് എപ്പം വന്നായിരുന്നു? ഇന്നലെ ഡാഡി കാർ അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്തിയെ? നീ വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നേ ഞങ്ങക്ക്. അവള് അകത്ത് കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അയ്യോ, പോയിട്ട് തിരക്കുണ്ടായിരുന്നു. ആ, അപ്പന്റെ അമ്മച്ചിയുടെ ഓർമ്മ ദിവസത്തിന് ഞാൻ നിനക്കൊരു കാർഡ് അയച്ചായിരുന്നു. കിട്ടിയായിരുന്നോ? ഞാനിന്ന് ഡൽഹിയിലായിരുന്നു ചായ. അല്ലേലും എനിക്ക് ഓർമ്മയുണ്ട് ആ ദിവസം. നീ അന്ന് പള്ളിയിൽ പോയായിരുന്നോ? പോയിരുന്നു. സൈമൺ വീട്ടിലുണ്ടോ അന്നേ? ഇല്ല, ഇന്നോ നാളെ വന്നേക്കും. ആ, താമസമൊക്കെ ബംഗ്ലാവിലാന്നോ? തൽക്കാലം അങ്ങനെ തന്നെ തീരുമാനം. എങ്ങനെയുണ്ട് നിന്റെ ട്രാവൽ ഏജൻസി ഒക്കെ? പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. ശമ്പളം കുറവാ. വേറെ വല്ലയിടത്തും നോക്കിയാലോ എന്ന് ആലോചിക്കുക. ഇക്കാലത്ത് 3rd ക്ലാസ് BA കൊണ്ട് നടന്ന വേറെ എന്നാ പണി കിട്ടാനാ കൊച്ചേ? പിള്ളേരെ പഠിക്കാൻ വിട്ടാ പഠിക്കണം. അല്ലാതെ ആ നേരത്ത് കൂട്ടും കൂടി സിനിമയും കണ്ട് നടന്ന ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇനി ഇപ്പം പറഞ്ഞിട്ട് എന്നാ കാര്യം? നീ വിചാരിച്ച ഇവന് കൊള്ളാവുന്ന വല്ല പണിയും മേടിച്ചു കൊടുക്കാൻ പറ്റുമോ മോളെ? കളക്ടർ വിചാരിച്ച ആർക്കും ജോലിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല വല്യമ്മച്ചി. അവനും എന്റെ കഴിവും പരിശ്രമമാ പ്രധാനം. ആ, എന്നാ ഞാൻ ഇറങ്ങുക. ചേച്ചി കളക്ടറേറ്റിലേക്കാണോ? അതിനുമുമ്പ് പള്ളിയിലൊന്ന് പോണം. അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങണം, പ്രാർത്ഥിക്കണം. ഇറങ്ങട്ടെ വല്യമ്മച്ചി. ലിസിയെടുത്തി. നന്നായി വാ. എന്നാ ശരി. അയ്യോ, ഇതാര്? ഞങ്ങളുടെ കളക്ടറോ? എപ്പോ വന്നായിരുന്നു? ഇന്നലെ. ദേ, ഇവിടെ വരുമ്പോ ഞാൻ നിങ്ങളുടെ പഴയ അന്ന കൊച്ച. ആ, അതെനിക്കറിയാം. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അതേ വരുന്നു. ആ, അന്ന എപ്പോ എത്തി? ഞാൻ മേടയിലേക്ക് വരുന്നു. അന്ന ഇന്ന് വന്നേക്കുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ചാർജ് എടുക്കണം. അതിനു മുമ്പ് അച്ഛനെ വന്ന് കാണണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇതുവരെ അച്ഛന്റെ നല്ല മനസ്സും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇനിയും അത് വേണം. എന്നും നിനക്കത് ഉണ്ടാവും മോളെ. എന്തായാലും നീ എന്നെ കാണാൻ വന്നല്ലോ, വലിയ സന്തോഷായി. ആ, എവിടെ താമസമൊക്കെ? ക്വാർട്ടേഴ്സ് ഉണ്ട്. ഡാഡിക്ക് അത് തീരെ താല്പര്യമില്ല. പുള്ളിയുടെ കൂടെ കൂടാനാ പറയണേ. ആ, ഞാനൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഫ്രാൻസിസിനെ എബിയെയും ഞാൻ ദിവസവും കാണാറുണ്ട്. നിന്റെ ഉയർച്ചയിൽ അവർക്ക് അഭിമാനമുണ്ടെന്നെ. പക്ഷേ ഈ സന്തോഷം അനുഭവിക്കാൻ കുരുവിള ഏലിയാമ്മയും ഇല്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പം അപ്പന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ IAS കേഡറിൽ എത്തിക്കണമെന്നായിരുന്നു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥനയിൽ നീ എന്നും ഉണ്ടാകും മോളെ. ഒരു കാര്യം മാത്രം നീ മറക്കരുത്. നിന്നോടത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയുകയാണ്, സഹായം അർഹിക്കുന്നവരെ സഹായിക്കണം. തിന്മയ്ക്കൊരിക്കലും കൂട്ടുനിൽക്കരുത്. രാഷ്ട്രീയ സമ്മർദ്ദം വളരെയധികം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ഥാനത്താണ് നീ ഇരിക്കാൻ പോകുന്നത്. പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ഒക്കെ നടിക്കേണ്ടി വരും. പക്ഷേ ദൈവത്തെ മറന്നൊന്നും ചെയ്യരുത്. ഇല്ലച്ചോ, സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതിന് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഇറങ്ങട്ടെ. ആ, എന്നാ ചെല്ല്. കർത്താവ് എപ്പോഴും നിന്റെ തുണയ്ക്കുണ്ടാവും. ഗുഡ് ലക്ക്.
നിലത്തൂടൊന്നുമല്ല നടക്കുന്നതെന്ന് ഞായറാഴ്ച ആരോ പള്ളി വെച്ച് പറയുന്ന കേട്ടു. ഉം? ഞാനെന്താ വല്ല ഹെലികോപ്റ്ററിൽ വേണോ ആകാശത്തൂടെ മാത്രം പറക്കാൻ? അതല്ല, പെങ്ങള് കളക്ടർ ആയപ്പോ ആങ്ങള നിലത്തുനിന്ന് 6 ഇഞ്ച് പൊങ്ങിയെന്നാണ് ജനസംസാരം. നിനക്കങ്ങനെ വല്ല സംശയമുണ്ടോ? ഇത്തിരി സംശയം ഇല്ലാതില്ല. സാധാരണ സൺഡേ സ്കൂൾ കഴിയുമ്പോ എന്നോട് എന്തെങ്കിലും മിണ്ടി പറയാതെ എപ്പി പോവത്തില്ലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ക്ലാസ് കഴിഞ്ഞ് നോക്കിയപ്പോ ആളിന്റെ പൊടി പോലും ഇല്ല. മേഴ്സി അത് മനഃപൂർവ്വം അല്ലായിരുന്നു. എന്നെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോവാൻ നമ്മുടെ ഇടപ്പറമ്പിലെ രാജു കാത്തു നിൽപ്പുണ്ടായിരുന്നു. അതാ ഞാൻ പെട്ടെന്ന് പോയേ. എന്തിനാ മെഡിക്കൽ കോളേജിൽ പോയത്? കവലയിൽ ബേക്കറി നടത്തുന്ന ഉമ്മച്ചന്റെ അനിയന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ബ്ലഡ് വേണമായിരുന്നു. എന്നിട്ട് കൊടുത്തോ? കൊടുത്തു. ഒരു കുപ്പി കൊടുത്തു. ഹും. സ്വന്തം ശരീരം കൂടെ നോക്കിയിട്ട് മതി ഈ പരോപകാരം. ഉം. എന്തായാലും ഈ ഹൃദയം ഒരാൾക്ക് കൊടുത്തു പോയില്ലേ, ബാക്കിയുള്ളവർക്ക് കുറച്ച് രക്തമെങ്കിലും കൊടുക്കട്ടെ. മതി കളിയാക്കിയത്. ബുധനാഴ്ച നമ്മള് രണ്ടാളും കൂടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് സംസാരിച്ചത് ക്രിസ്റ്റിച്ചായന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. നിനക്കതെങ്ങനെ മനസ്സിലായി? കണ്ട ചെക്കന്മാരുമായി കൊഞ്ചിക്കൊഴയാനാണേൽ നാളെ മുതൽ പഠിക്കാൻ വേണ്ടി ഈ പടിയിറങ്ങണ്ടെന്ന് പറഞ്ഞ് എന്നെ ചാടിച്ചു. അപ്പോ നീ എന്തോ പറഞ്ഞു? കൊയറിന് പാടാൻ പുതിയ പാട്ട് വല്ലതും കിട്ടിയോന്ന് എന്നോട് ചോദിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഇച്ചായം പറഞ്ഞത് പെങ്ങളെന്താ അനുസരിക്കാത്തെ? കണ്ട ആണുങ്ങളൊന്നും അല്ലല്ലോ എന്റെ എബി. അക്കാര്യം ക്രിസ്റ്റിയോട് പറയാൻ മേലായിരുന്നോ? എന്നാ വീട്ടിലൊന്ന് പുകിലുമല്ലോ നടന്നേനെ. എന്നെ വീട്ടിൽ നിന്ന് അടിച്ച് വെളിയിൽ ഇറക്കാനും മടിക്കില്ല ചായൻ. എന്നായാലും ഇറങ്ങി പോരാണല്ലോ അല്ലേ? നേരത്തെ ഇങ്ങി പോരണം. എങ്ങോട്ട്? വാർപ്പുങ്കൽ ഒരാൾ കാത്തിരിപ്പുണ്ട്. അങ്ങനൊന്നും ഞാൻ ഇറങ്ങി വരത്തില്ല. കൊണ്ടുപോകേണ്ട രീതിയിൽ എന്നെ വന്ന് കൊണ്ടുപോണം. വീട്ടുകാരും ഇടവകക്കാരും ഒക്കെ അറിഞ്ഞ്. ഓ, സമയാവട്ടെ. അപ്പോ ഈ എബി വരും നിന്നെ കൊണ്ടുപോവാൻ. എന്നാ ഇനി സമയാവുന്നേ? ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ കാര്യം അവതരിപ്പിച്ച് സമ്മതം വാങ്ങണം. അത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരുടെ മനസ്സിൽ വേറെ വലിയ ആഗ്രഹങ്ങളൊക്കെ കാണുവേ. അപ്പോ ഞാൻ ഇക്കാര്യം ചെന്ന് പറയുമ്പോ അവർ സമ്മതിക്കുവോ? അതെന്താ, വല്ല കല്യാണാലോചന വന്നിട്ടുണ്ടോ? ഇല്ല. എന്നാലും ഇച്ചായനും ചേട്ടത്തെയും കൂടെ ഓരോ പെമ്പിള്ളാരുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇച്ചായൻ നല്ല മൂഡിലിരിക്കുമ്പോ ഞാൻ നമ്മുടെ കാര്യം എടുത്തിട്ട് അവതരിപ്പിക്കും. ആ, നേരെ ഒരുപാടായി. ക്രിസ്റ്റിച്ചായനോ മറ്റോ കണ്ടാ പിന്നെ ഇത് മതി. നിന്റെ അമ്മയ്ക്കോ? അമ്മയോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. എബിയെ വലിയ ഇഷ്ടം അമ്മയ്ക്ക്. കാണുമ്പോഴൊക്കെ എന്നോട് വലിയ സ്നേഹത്തോടെയൊക്കെ സംസാരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊന്നും അറിയില്ലെന്നാ. മേഴ്സി, ഇനി എപ്പോഴാ കാണുന്നേ? നമുക്ക് ഞായറാഴ്ച പള്ളി വെച്ച് കാണാം. കൊയർ പ്രാക്ടീസിന് വരുമല്ലോ അല്ലേ? പോട്ടെ. അല്ല, കുട്ടപ്പ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോ ഡാഡിയും കാണുമല്ലോ. ഇല്ല, ഡാഡി ക്ലബിൽ പോയേക്കുവാ. ഡാഡി എവിടെ ഉണ്ടോ കുട്ടപ്പായും അവിടെ ഉണ്ടെന്നാണല്ലോ പ്രമാണം. പിന്നെന്ത് പറ്റി? അന്നമോള് വന്നതിന് ശേഷം എനിക്ക് എപ്പോഴും ഇവിടെ ഡ്യൂട്ടി. അതേതായാലും നന്നായി. അന്ന ഉണ്ട് ഇവിടെ. ഓ, അതോണ്ട്. ഓ സൈമൺ, what a pleasant surprise. ഞാൻ ഇപ്പോ ഓർത്തേ ഉള്ളൂ. ചുമ്മാതല്ല, വരുന്ന വഴിക്ക് ടക് ടക് ഇങ്ങനെ ടെലിപ്പതിക് മെസ്സേജ് കിട്ടുന്നുണ്ടായിരുന്നു. മനുഷ്യരെ കളിയാക്കാൻ സൈമൺ വലിയ എക്സ്പെർട്ട് ആണല്ലോ. ഞാൻ എന്റെ അന്നെ കളിയാക്കുവോ? യു ആർ മൈ ഡാർലിംഗ്. മതി കൊഞ്ചിത്. എന്റെ പോസ്റ്റിംഗിന്റെ കാര്യം എപ്പോ അറിഞ്ഞു? അറ്റ്ലാന്റിക് പകുതി ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാ. ദാറ്റ് മീൻസ് 30,000 feet above the sea level. സത്യം പറഞ്ഞ ഹോം ടൗണിലേക്കാന്ന് അറിഞ്ഞപ്പോ വലിയ സന്തോഷമായി. പിന്നെ ഡാഡിക്ക് ഒരു കൂട്ടുകൂടിയാന്ന് അറിഞ്ഞപ്പോ ഐ എം വെരി വെരി ഹാപ്പി. So am I. വെൽ സെഡ്. താൻ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇന്നെന്താ യൂണിഫോമില്? ഓ, ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ നിന്നിരുന്നെങ്കിൽ കൊച്ചിൻ ഫ്ലൈറ്റ് മിസ്സായനെ. പിന്നെ ഇന്ന് എനിക്ക് ഇവിടെ എത്താനും പറ്റില്ലായിരുന്നു. ഇന്നും കൂടി വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ വല്ലാണ്ട് അപ്സെറ്റ് ആവുമായിരുന്നു. ഓ, ഞാൻ വരാതിരിക്കൂ? ഐ വാസ് ആക്ച്വലി സ്റ്റാറിംഗ് ഫോർ യു. മതി സ്തുതിച്ചത്. ഇത്തവണ ഞാൻ ന്യൂയോർക്കിൽ സ്റ്റേ ചെയ്ത രാത്രിയിൽ എനിക്ക് അന്നെ ഓർമ്മ വന്നു മാത്രമല്ല നിന്റെ പ്രസൻസിന് വേണ്ടി ഞാൻ വല്ലാതെ കൊതിക്കുകയും ചെയ്തു.
എന്തായിരുന്നു റീസൺ? ഞങ്ങളുടെ ഫ്ലൈറ്റിൽ ഹീത്രൂയിൽ നിന്ന് ഒരു ഈജിപ്തുകാരൻ കയറിയിരുന്നു. കണ്ടപ്പോ ഒന്ന് പരിചയപ്പെടണം തോന്നി. എ വെരി നൈസ് ഗായ്. ഓ, പുള്ളിക്കാരൻ ഒരു പെയിന്ററാ. രാത്രിയിലെ അയാളും അയാളുടെ 2 ഫ്രണ്ട്സും ഞാനും ഒന്ന് കൂടി. ക്യൂൻ മേരീസ് വൈൻ ആൻഡ് അറേബ്യൻ മ്യൂസിക്. ഓ, എന്ത് രസമായിരുന്നു. അപ്പൊ എന്നെ ഓർത്തിട്ടേ ഉണ്ടാവില്ല. സത്യം പറയാലോ, അപ്പൊ നിന്നെ കുറിച്ച് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. ഈ ക്യൂൻ മേരീസ് വൈൻ്റെ ടേസ്റ്റ് എന്തെന്നറിയോ? അല്പം മധുരവും ഇത്തിരി പുളി. തന്നെ അല്ലാതെ വേറൊരാളെയും അപ്പ എനിക്ക് ഓർമ്മ വരത്തില്ല. അന്നേരം മാത്രമേ എന്നെ ഓർത്തുള്ളൂ. ഹേയ്, എന്റെ അന്നയെ ഞാൻ ഓർത്തതിന് വേറൊരു എവിഡൻസ് തരാം. ആ, എന്തത്? ആഹാ. റിട്ടേൺ ട്രിപ്പില് ദുബായ് ഫ്ലൈറ്റ് 3 hours ഡിലേ, എഞ്ചിൻ ട്രബിൾ. അപ്പൊ പിന്നെ ചെറിയൊരു പർച്ചേസ് നടത്തിക്കളെന്ന് കരുതി ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെല്ലാം കയറി ഇറങ്ങി. ഒരു സാധനം കിട്ടണമല്ലോ. പിന്നെ എയർ കസ്റ്റംസിലെ വിൽസൺ ഡിസൂസയുടെ കാർ എടുത്ത് ഗ്രേറ്റ് ഡയമണ്ട് ഹാളിൽ വരെ പോയി. അവിടെ നിന്ന് എന്റെ അന്നയ്ക്ക് വേണ്ടി വാങ്ങിയതാണിത്. ഉം. ഈ നെക്ലസിന് അവര് കൊടുത്തിരിക്കുന്ന പരസ്യവാചകം വായിച്ചാൽ ഭയങ്കരമായിട്ട് ചിരി വരും. എന്തത്? ഇത് നിങ്ങൾ കഴുത്തിലണിഞ്ഞാൽ പിന്നെ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഒരു കണ്ണും നിങ്ങളുടെ കഴുത്തിന്റെ താഴേക്ക് ഇറങ്ങുകയില്ല. എങ്ങനെയുണ്ട്?